എല്ലാവർക്കും നമസ്കാരം. ഗ്രേറ്റിക്കൽ ടെക്കിന്റെ മാർക്കറ്റ് പ്രൊഫൈലിനെ സംബന്ധിച്ചുള്ള പോഡ്കാസ്റ്റിലെ അവസാനത്തെ വീഡിയോ ആയ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ബേസിക്സ് ടു അഡ്വാൻസിലെ അവസാനത്തെ വീഡിയോ ആയ 10ാമത്തെ വീഡിയോ ആണ് ഇന്നുള്ളത്. ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് ട്രെൻഡ് ഡേയ്സിനെ കുറിച്ചും അത് കൂടാതെ ഡിസ്ട്രിബ്യൂഷൻ ഡേയ്സ് ആയ ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ, ട്രിപ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ, അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ക്വാഡ്രിബ്യൂട്ടലായുള്ള 4 ഡിസ്ട്രിബ്യൂഷൻ വരുന്ന ദിവസങ്ങൾ, അല്ലെങ്കിൽ മൾട്ടി ഡിസ്ട്രിബ്യൂഷൻ ഡേയ്സ്, പിന്നെ പി ഷേപ്ഡ് പ്രൊഫൈല്, ബി ഷേപ്ഡ് പ്രൊഫൈൽ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിറ്റിക്കൽ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ വീഡിയോ നമ്പർ 10ലേക്ക് സ്വാഗതം. സോ നമ്മളെ മാർക്കറ്റ് പ്രൊഫൈലിന്റെ സ്ട്രക്ചർ പ്രകാരം നമ്മളെ മാർക്കറ്റ് പ്രൊഫൈൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ട്രെൻഡ് ഡേ സ്ട്രക്ചർ എന്ന സാധനം. ട്രെൻഡ് ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ട്രെൻഡ് ഡേ എന്ന് പറയുമ്പോൾ അതായത് ഡയറക്ഷണൽ ഡേയ്സ്, അതായത് മാർക്കറ്റ് ഒരു ഇപ്പം ഫോർ എക്സാമ്പിൾ 22,400 തുടങ്ങി 22,800 അവസാനിക്കും, അല്ലെങ്കിൽ അപ്പോൾ ഡയറക്ഷൻ ആണെങ്കിൽ, തിരിച്ച് ഡൗൺവേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ 22,400 തുടങ്ങി 22,000ലേക്ക് 22,000ലേക്ക് അവസാനിക്കും. അങ്ങനെ ഒരു സൈഡിലേക്ക് മാത്രം പോകുന്ന ദിവസത്തെ പറയുന്ന പേരാണ് ട്രെൻഡ് ഡേ എന്ന് പറഞ്ഞാൽ. ഈ ട്രെൻഡ് ഡേയിൽ എപ്പോഴും ഓർത്തോളുക, എപ്പോഴും ഹയർ ഹൈസും ഹയർ ലോസും അപ്പോ ഡയറക്ഷനിലാണെങ്കിൽ വരും. ഇല്ല ഈ താഴോട്ടാണെങ്കിൽ ലോവർ ലോയും എന്താണ് ഹയർ ലോയും വന്ന് മാർക്കറ്റ് ഒരു കോൺഫിഡൻസ് തരും. അതായത് ഹയർ ഡിഗ്രി ഓഫ് ഒരു കോൺഫിഡൻസും നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു സന്തോഷം തരും മാർക്കറ്റ്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ നമുക്ക് വൺ ടൈം ഫ്രെയിം പ്ലേയേഴ്സ്, അതായത് ബിഗർ പ്ലേയേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ്, അതായത് FAs അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പ്രൊപ്പറേറ്ററി ഡെസ്ക് അല്ലെങ്കിൽ വലിയ ബിഗർ ടീമിന്റെ ഒരു സാധ്യത ഈ ദിവസങ്ങളിൽ കാണും. ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ ട്രെൻഡ് ഡേ മാക്സിമം 2 or 3 days. ഇപ്പൊ ഇന്ന് മാർക്കറ്റ് നല്ല അപ്പിൽ ക്ലോസ്, നല്ല ഉഗ്ര 13,400 പോയിന്റ് നിഫ്റ്റി അപ്പിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഒരു എന്തുവാണ് നമ്മൾ പറയില്ല, നമ്മൾ ഉറങ്ങി ജയിച്ചതിന്റെ ആ ഒരു കെട്ട് ദൂരെ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ ഉറങ്ങി ജയിച്ചതിന്റെ ആ സുഖം 2 ദിവസത്തേക്കും കൂടെ കാണാം. അതായത് ഓപ്പൺ വിൽ ബി സ്ട്രോങ് ആൻഡ് ദിസ് ട്രെൻഡ് വിൽ കണ്ടിന്യൂ ഫോർ 2 days. 2 ദിവസത്തേക്ക് ഈ ട്രെൻഡിന് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ട്രെൻഡ് ഡേയ്സിൽ ഒരിക്കലും ഓപ്പോസിറ്റ് പൊസിഷൻ എടുക്കാൻ പാടില്ല. നമ്മൾ വിചാരിക്കും ഈ ഇപ്പൊ 22,400 മാർക്കറ്റ് കയറി 22,600 പോണ സമയത്ത് നമ്മൾ വിചാരിക്കും എന്താണ്, അയ്യോ മാർക്കറ്റ് കയറുന്നുണ്ട്, അപ്പൊ 22,600 കഴിഞ്ഞ പ്രാവശ്യം റെസിസ്റ്റൻസ് ആണല്ലോ, അവിടുന്ന് അടിക്കുക, അവിടുന്ന് താഴേക്ക് വരാം, അങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് മാർക്കറ്റ് എന്ത് ചെയ്യും? 22,400 അവിടുന്ന് കയറി മാർക്കറ്റ് നിങ്ങൾ ഓർത്തോളാം, മാർക്കറ്റ് ഉഗ്ര ചിലപ്പോ എവിടുന്നെങ്കിലും ഒരു കയറ്റം കയറി ഒരു സൈഡിലേക്ക് അങ്ങ് പൊക്കളായി. നമ്മൾ ഈ സെല്ല് പ്രതീക്ഷിക്കുന്ന സമയത്ത് ആ സെല്ലും തരൂല നമുക്ക്, മാർക്കറ്റ് നമ്മളങ്ങ് അതേ രീതിയിൽ അങ്ങ് പറ്റിക്കുകയും ചെയ്യും. അപ്പൊ ഓർത്തോളുക, ട്രെൻഡ് ഡേയ്സിന്റെ ഏറ്റവും വലിയ ആ ഒരു ദിവസത്തെ ഏറ്റവും വലിയൊരു സ്ട്രക്ചറാണ് ഇതേ വലിയ കാര്യം. സോ നമുക്ക് ഈ ട്രെൻഡ് ഡേയുടെ സ്ട്രക്ചറിലേക്ക് നമുക്കൊന്ന് പോകാമോ? ട്രെൻഡ് ഡേയുടെ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ട്രെൻഡ് ഡേയുടെ സ്ട്രക്ചറിലേക്ക് നമുക്ക് അങ്ങ് പോവാം. സോ നിങ്ങൾക്ക് ഓർത്തോളുക, നിങ്ങൾ ഈ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതെന്താണ് ഈ ട്രെൻഡ് ഡേയുടെ ഒരു സ്ട്രക്ചറാണ് നിങ്ങൾ നോക്കണം. അപ്പൊ നിങ്ങൾ ഇത് കാണുന്നത് ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയുടെ, അതായത് ഈ പ്രൊഫൈൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ബാങ്ക് നിഫ്റ്റിയുടെ എന്നത്തെ പ്രൊഫൈലാണ്. ബാങ്ക് നിഫ്റ്റിയുടെ 7ാം തീയതി, ഒരു തിങ്കളാഴ്ച 7ാം തീയതി വന്ന പ്രൊഫൈലാണ്. മാർക്കറ്റ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് ഈ പ്രൊഫൈൽ ഞാൻ പറഞ്ഞ ഇതാണ് പ്രൊഫൈൽ. തിങ്കളാഴ്ച വന്ന മാർക്കറ്റിന്റെ ഒരു പ്രൊഫൈലാണ്. 7ാം തീയതി അല്ല, ഏത് ദിവസമാണ്? 28/4 വന്ന ഒരു പ്രൊഫൈലാണ് ബാങ്ക് നിഫ്റ്റിയുടെ. ഈ പ്രൊഫൈല് പ്രകാരം നിങ്ങൾ നോക്കിക്കോളൂ മാർക്കറ്റ് എവിടം വരെ പോയെന്ന്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ട്രെൻഡ് ഡേ എന്ന് പറഞ്ഞാൽ ആ ദിവസം മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി ഏകദേശം അന്ന് വന്നതെന്ന് പറഞ്ഞാൽ കൃത്യമായി നിങ്ങൾ നോക്കൂ. അതായത് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്ത് 48,556 ഭാഗത്ത് നിന്ന് ഓപ്പൺ ചെയ്ത് ഒരു കയറ്റം കയറി എവിടം വരെ പോയി നിങ്ങൾ നോക്ക്. എവിടം വരെ പോയി എന്ന് പറഞ്ഞാൽ ഏകദേശം 49,560 വരെ ബാങ്ക് നിഫ്റ്റി പോയി. ഈ ഓർമ്മയുണ്ടോ? ഈ 29ാം തീയതി ഏപ്രില് മാർക്കറ്റ് മൺഡേ, ആ തിങ്കളാഴ്ച മാർക്കറ്റിൽ വന്ന ദിവസമാണ്. അപ്പൊ നിങ്ങൾ ഓർത്തോളൂ, ആ ദിവസം നിങ്ങൾ നോക്കൂ, മാർക്കറ്റ് ഒരു സൈഡിലേക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അവസാനിച്ചത് മറു സൈഡിലാണ്. എന്നിട്ട് അതിന്റെ ഇംപ്ലിക്കേഷൻ നിങ്ങൾ നോക്കൂ. പിറ്റേ ദിവസവും മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നല്ല വൃത്തിയ ഹൈ പോയി. നിങ്ങൾ ആലോചിച്ചു,
പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നല്ല വൃത്തിയ ഹൈ ഏകദേശം 49,990 വരെ പോയി തിരിച്ച് വീണ്ടും ആ ഭാഗത്ത് നിന്നു. അതിന്റെ പിറ്റേ ദിവസവും മാർക്കറ്റ് ഏകദേശം പറഞ്ഞ ആ ആ ദിവസത്തെ ഐ പീരീഡിൽ വന്ന സിംഗിൾ പ്രിന്റിന്റെ ആ ഭാഗത്ത് സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലോട്ട് കയറിയാണ് അവൻ ക്ലോസ് ചെയ്തത്. സോ ഈ ട്രെൻഡ് ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് മാക്സിമം ആയിട്ട് കഷ്ടപ്പെടുത്തി ആ ദിവസം നമുക്ക് മാക്സിമം ലോസും സംഭവിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ട്രേഡ്. ഇപ്പൊ ഇവിടെ മാർക്കറ്റ് ഇത് കയറിപ്പോയ മാർക്കറ്റ്, ആ കയറിപ്പോയ മാർക്കറ്റിൽ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് ആയിരുന്നു. അത് കൂടാതെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, മോർണിംഗ് തുടങ്ങിയ മാർക്കറ്റ് എവിടം വരെ പോയി നോക്കണം, 49,587 വരെ പോയിട്ട് 563 ക്ലോസ് ചെയ്തത്. സോ ഇത് ഓർത്തോളൂ, ഇതാണ് ട്രെൻഡ് ഡേയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. മാർക്കറ്റ് ഓപ്പൺ സെറ്റ് 1 ക്ലോസ് സെറ്റ് അതതിന്റെ 2 ദിവസം പിറ്റേ ദിവസം പ്രൊഫൈൽ ആയാലും പുതിയ ഹൈ വന്നു, അതിന്റെ പിറ്റേ ദിവസം പ്രൊഫൈലിൽ മാർക്കറ്റ് ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരിക്കലും ഓർത്തോളുക, ട്രെൻഡ് ഡേയുടെ ഓപ്പോസിറ്റ് പൊസിഷൻ നമ്മൾ എടുത്ത് സജസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാർഗറ്റ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്, അല്ലെങ്കിൽ കിട്ടില്ല അതിന് വരാം. അപ്പൊ അത് നിങ്ങൾ ഓർത്തോളുക, ട്രെൻഡ് ഡേയുടെ സ്ട്രക്ചർ നിങ്ങൾ ഓർത്തോളുക. ഒരു സൈഡിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും, മറു സൈഡിൽ അവസാനിക്കും. ഈ ദിവസം പറഞ്ഞ പേരാണ് ട്രെൻഡ് ഡേ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ട്രെൻഡ് ഡേയുടെ POC, അതായത് നിങ്ങൾ കാണുമ്പോൾ അറിയാം, ഈ ട്രെൻഡ് ഡേയുടെ POC ആയ POC 2 ദിവസത്തേക്ക് പിന്നെ വരില്ല. നിങ്ങൾ മൂന്നാമത്തെ ദിവസം കഴിഞ്ഞാൽ ആ POC ടച്ച് ചെയ്ത്. സോ ട്രെൻഡ് ഡേസ് POC യൂഷ്വലി 2 ദിവസത്തേക്ക് അവൻ ടച്ച് ചെയ്യാൻ ചാൻസ് കുറവാണ്. അപ്പൊ അത് ഓർത്തുള്ളൂ, ആ POC ഭയങ്കര സ്ട്രോങ് ആണ്. ആ POCയുടെ ഭാഗത്ത് എത്തുമ്പോൾ മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ കുറെ പ്രാവശ്യം അവിടെ നിന്ന് കളിച്ചതിന് ശേഷം മാത്രമേ നല്ലൊരു സെൽ ഓഫ് വരാനുള്ള ചാൻസ് കൂടുതലുള്ളൂ. സോ ഓർത്തോളൂ, ട്രെൻഡ് ഡേയുടെ POC ഭയങ്കരധികം ഇമ്പോർട്ടന്റ് ആണ്, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മളത് കൃത്യമായി ഓർത്തു വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, ഇനി നമുക്ക് ട്രെൻഡ് ഡേ POC മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത നമുക്ക് വേറെ ഒരു സ്ട്രക്ചറിലേക്ക് പോകാം. എന്താണ് അടുത്ത നമ്മൾ നോക്കേണ്ടത്, ട്രെൻഡ് ഡേ കഴിഞ്ഞാൽ ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ എന്ന് പറയും. ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ഡിസ്ട്രിബ്യൂഷൻ 2 സൈഡിൽ കിടക്കും. അതായത് പ്രൊഫൈല് ട്രേഡ് ചെയ്യുന്ന 2 സൈഡിലായിരിക്കും. നമുക്ക് നോക്കാം, ഡിസ്ട്രിബ്യൂഷൻ ഡേ 2 സൈഡ് നടക്കും. ഇതിലും OTFന്റെ പ്രസൻസ് കാണും, പിന്നെ സിംഗിൾ പ്രിന്റ് കാണും. സിംഗിൾ പ്രിന്റ് എപ്പോഴും എവിടെ കാണും, സിംഗിൾ പ്രിന്റ് എപ്പോഴും നമ്മുടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സിംഗിൾ പ്രിന്റ് എപ്പോഴും 2 പ്രൊഫൈലിലെ നടുക്കായിരിക്കും സിംഗിൾ പ്രിന്റ് വരുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ആ ഭാഗത്തായിരിക്കും കാണുന്നത്. സോ ഇതിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ പറയുന്ന പേരാണ്, ഒരു പ്രൊഫൈലിൽ 2 നടുക്ക് വരുമ്പോൾ ഇത് നമ്മൾ വരും, ഇത് നമ്മൾ പറയുന്ന പേരാണ് ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ എന്ന് പറയും. അപ്പൊ നമ്മൾ നോക്കാം, നിങ്ങൾ കാണുന്ന നിങ്ങൾക്ക് പിന്നെ പ്രസൻസ് ഓഫ് സിംഗിൾ പ്രിന്റ് തരും, OTF കാണും. അതൊരു ട്രെൻഡിങ് ഡേ ആണ്. അതായത് ഒരു പ്രൊഫൈൽ വിൽ ബി സെപ്പറേറ്റഡ് ബൈ എ സിംഗിൾ പ്രിന്റ്, OTF വൺ ടൈം പ്രൈം പ്ലേയേഴ്സിന്റെ പ്രസൻസ് കാണും, പിന്നെ എന്താണ് സിംഗിൾ പ്രിന്റ് നടുക്ക് കാണും. പിന്നെ എന്തുവാണ്, ഇതും ട്രെൻഡ് ഡേ ലൈക്ക് ദിവസമാണ്. അതായത് ഒരു മൂവ്മെന്റ് ഉള്ള ദിവസമായിരിക്കും. ഒരിക്കലും കൗണ്ടർ ട്രെൻഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ വേണമെങ്കിൽ പുട്ടെടുക്കാൻ പാടില്ല, ഡൗൺ വേണമെങ്കിൽ കോൾ എടുക്കാൻ പാടില്ല. എപ്പോഴും ഓർത്തോളൂ, അത് നമുക്ക് കൂടുതൽ പണി തരും. ഇപ്പൊ നമുക്കൊരു ആ ഒരു ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേയുടെ ആ ഒരു ദിവസത്തേക്ക് നമുക്ക് നോക്കാമോ. ഇത് നിങ്ങൾ കാണുന്ന ഏതാണ്, ബാങ്ക് നിഫ്റ്റിയുടെ 9/5 മെയിൽ വന്ന 9/5 പ്രൊഫൈലാണ്. നിങ്ങൾ നോക്കൂ, ഈ പ്രൊഫൈൽ പ്രകാരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ പ്രൊഫൈൽ പ്രകാരം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കണ്ടോ. അതായത് ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വന്നു, കണ്ട താഴെ, അതായത് ഈ സെപ്പറേറ്റഡ് ബൈ 48,100 സിംഗിൾ പ്രിന്റ് വന്നതിന് ശേഷം താഴെയും ഡിസ്ട്രിബ്യൂഷൻ വന്നു, അതേപോലെ മുകളിലും ഡിസ്ട്രിബ്യൂഷൻ വന്നു, കണ്ട. ഇവിടെയും ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെയും ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഇതിനെ പറയുന്ന പേരാണ് എന്താണ്, ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ അഥവാ 2 ഡിസ്ട്രിബ്യൂഷൻ ഡേ. അതിന് നടുക്ക് വന്ന് ഏതാണ് കാണുന്നത്, നടുക്ക് ഒരു ഇതേപോലെ ഒരു സിംഗിൾ പ്രിന്റിന്റെ ഒരു പ്രസൻസ് നിങ്ങൾ കാണും. നടുക്ക് എന്താണ് കാണും, നടുക്ക് ഇത് ഒരു സിംഗിൾ പ്രിന്റിന്റെ ഒരു പ്രസൻസ് കാണും. ഇതിനെ പറഞ്ഞ പേരാണ് ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ. സോ ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേക്കും ട്രെൻഡ് ഡേക്കും ഒന്ന് കൗണ്ടർ ട്രെൻഡ് നിങ്ങൾ ചെയ്യാൻ പോകുമല്ലോ, ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും. എപ്പോഴും ഓർത്തോളൂ, അത് നിങ്ങളെ മനസ്സിൽ എപ്പോഴും ഓർമ്മ വരണം. ഇനി അടുത്ത വരുന്ന ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ തന്നെ നമുക്ക് പല തരത്തിൽ പറയാം. ഈ ട്രിപ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ എന്ന് പറയാം. നമ്മൾ ട്രിപ്പിൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 സിംഗിൾ പ്രിന്റ് നടുക്ക് കാണും, 3 താഴെ മുകളിൽ കാണും. നിങ്ങൾ ഇവിടെ നോക്കൂ, അതായത് ഇവിടെ ഒരു സിംഗിൾ പ്രിന്റ് ക്രിയേറ്റ് ചെയ്തു 1, അത് കഴിഞ്ഞ് ഇവിടെ ഒരു സിംഗിൾ പ്രിന്റ് ക്രിയേറ്റ് ചെയ്ത് 2, ഇങ്ങനെ 3, 1, 2, 3, അങ്ങനെ 3 ഡിസ്ട്രിബ്യൂഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇതിനെ പറഞ്ഞ പേരാണ് മൾട്ടി ഡിസ്ട്രിബ്യൂഷൻ ഡേ അഥവാ ട്രിപ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ. ഇതേപോലെ 4 ഡിസ്ട്രിബ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന ദിവസങ്ങളെ പറഞ്ഞ പേരാണ് ഡിസ്ട്രിബ്യൂഷൻ ഡേയ്സ്. അത് തന്നെ മൾട്ടി ഡിസ്ട്രിബ്യൂഷൻ ഡേയ്സ് എന്ന് പറയും, ഡിസ്ട്രിബ്യൂഷൻ ഡേയ്സ് എന്ന് പറയും. ഇതൊക്കെ ട്രെൻഡ് ഡേയുടെ ഒരു ഇതാണ്, ട്രെൻഡ് ഡേ ആണ് അതൊക്കെ. ആ ദിവസങ്ങളിൽ നമുക്ക് 2 ഡിസ്ട്രിബ്യൂഷൻ വരാം. 2 ആണെങ്കിൽ നടുക്ക് ഒരു സിംഗിൾ പ്രിന്റ്, 3 ആണെങ്കിൽ 2 സിംഗിൾ പ്രിന്റ് വരും, 4 ആണെങ്കിൽ 3 സിംഗിൾ പ്രിന്റ് വരും. അതായത് മൾട്ടി ഡിസ്ട്രിബ്യൂഷൻ കൂടുന്നവരും സിംഗിൾ പ്രിന്റ് എണ്ണം കൂടുകയും അതിന്റെ സ്ട്രോങ്നെസ് കൂടുകയും ചെയ്യും. സോ അത് ഓർത്തോളൂ, ഇതൊരു ഒരു ട്രിപ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ ആണ്.
ഈ കണ്ട ഇതൊരു ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ ആണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ വരും. അപ്പൊ ഇത് ഓർത്തുകൊള്ളുക, ഇതെല്ലാം നമ്മളെ മാർക്കറ്റ് പ്രൊഫൈലിലെ സ്ട്രക്ചർ പ്രകാരമുള്ള ട്രെൻഡ് ഡേയുടെ സെറ്റപ്സ് ആണ്. ഇനി വരുന്നത് അടുത്താണ് നമ്മളെ ഏറ്റവും വലിയ കാര്യമായ പി ഷേപ്ഡ് പ്രൊഫൈലും ബി ഷേപ്ഡ് പ്രൊഫൈലും. പി എന്ന് പറഞ്ഞതാണ് സ്മാൾ ലെറ്റർ പി. പ്രീ ഷേപ്ഡ് പ്രൊഫൈലിനെ നമ്മൾ പറയും ഷോർട്ട് കവറിംഗ് പ്രൊഫൈൽ എന്ന് പറയും. എന്താ പറയും നമ്മള്? ഇറ്റ്സ് എ ഷോർട്ട് കവറിംഗ് പ്രൊഫൈൽ എന്ന് പറയും. അതായത് ഷോർട്ട് കവറിംഗ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കാണും. പി ഷേപ്ഡ് അതിൽ എ പീരീഡിന്റെ സിംഗിൾസ് കാണും. അല്ല അതെയല്ല, അത് എയിലോ ബിയിലോ ഒരു സിംഗിൾ പ്രിന്റ് അവിടെ കാണും. ഇതിനെ പറയുന്ന പേരാണ് ഇനിഷ്യൽ ബാലൻസിൽ ഒരു സിംഗിൾ പ്രിന്റ് ഫോം ചെയ്യും. ആ ദിവസത്തെ പറയുന്ന പേരാണ് പി ഷേപ്ഡ് പ്രൊഫൈൽ എന്നും. അഥവാ തിരിച്ച് അതിന്റെ ഉൾട്ട, അതിന്റെ ഓപ്പോസിറ്റ് വരുന്നതിനെ പറയുന്ന പേരാണ് ബി ഷേപ്ഡ് പ്രൊഫൈൽ. ഈ ബി ഷേപ്ഡ് എന്ന് പറഞ്ഞാൽ ലോങ് അൺവൈൻഡിങ് അല്ലെങ്കിൽ ഷോർട്ട് ബിൽഡപ്പ് എന്ന് പറയും. ഷോർട്ട് ചെയ്ത പൊസിഷൻസ് ആണ് വരുന്നത് ബി ഷേപ്ഡ് പ്രൊഫൈൽ. പിയിലാണെങ്കിൽ ഷോർട്ട് കവറിൽ നടക്കുന്ന പ്രൊഫൈൽസിനെ ബി എന്ന് പറയും. ഇത് രണ്ടെണ്ണത്തിൽ നിങ്ങൾ ഓർത്തോളുക എ പീരീഡിന്റെ സിംഗിൾ പ്രിന്റ് കാണും. ഇതിൽ രണ്ടെണ്ണത്തിൽ എന്താണ് കാണുന്നത്? ഇത് നമുക്ക് ഓർത്തോളുക, നിങ്ങൾ ഓർത്തോളുക, എപ്പോഴും ഓർത്തോളുക. അതായത് പി ഷേപ്ഡ് പ്രൊഫൈലും ബി ഷേപ്ഡ് പ്രൊഫൈലും എന്ന് പറഞ്ഞാൽ പി ഷേപ്ഡ് പ്രൊഫൈലിൽ എന്താണ് ഷോർട്ട് കവറിംഗ് ആണ്. അതിന് എന്താണ് അത് മാർക്കറ്റ് താഴെ ഒരു എ പീരീഡ് സിംഗിൾസ് താഴെ തന്നതിന് ശേഷം മാർക്കറ്റ് മോൾ ഭാഗത്ത് കുറച്ച് ഡിസ്ട്രിബ്യൂഷൻ നടക്കും. എന്നിട്ട് അവിടെ ആ ഭാഗത്ത് പിയുടെ അല്ലെ സ്മാൾ ലെറ്റർ പി, ഇത് കണ്ടോ സ്മാൾ ലെറ്റർ പിയുടെ ഷേപ്പിൽ വരും. അടുത്ത ബി ഷേപ്പ് എന്ന് പറഞ്ഞാൽ തിരിച്ചാണ്. ഇങ്ങനെ എ ലെറ്ററും എ സിംഗിൾ പ്രിന്റ് മോളിൽ വന്നിട്ട് താഴെ ഡിസ്ട്രിബ്യൂഷൻ നടന്ന് പ്രൊഫൈൽ ബി സ്മാൾ ലെറ്റർ ബിയുടെ പോലെ ഇരിക്കും. ഇത് രണ്ടും നിങ്ങൾ ഓർത്തോളുക. ഇത് രണ്ട് പി ഷേപ്ഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഷോർട്ട് കവറിംഗ് എന്നും ബി ഷേപ്ഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഷോർട്ട് ബിൽഡപ്പ് പ്രൊഫൈലുമാണ്. ഓർത്തോളുക. ഇത് രണ്ടെണ്ണത്തിനും എ പീരീഡിന്റെ സിംഗിൾ കാണും, ലോങ് എ പീരീഡ് സിംഗിൾസ് കാണും. അപ്പൊ നമുക്ക് കുറച്ച് എ ഷേപ്ഡ് പ്രൊഫൈലില് അല്ലെ പി ഷേപ്ഡ് പ്രൊഫൈൽ അല്ലെങ്കിൽ ബി ഷേപ്ഡ് പ്രൊഫൈലിൽ ഒന്ന് കണ്ടുപിടിക്കാൻ പോയാലോ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. നിങ്ങൾക്ക് നമുക്ക് നോക്കാം. അപ്പൊ നിഫ്റ്റിയിൽ എങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, എ ഷേപ്ഡ് പ്രൊഫൈലാ ബി ഷേപ്ഡ് പ്രൊഫൈലാ വല്ല വന്ന ദിവസങ്ങളുണ്ടാ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ വേണ്ടി പക്ഷെ ഇതൊരു നിങ്ങൾ ഓർത്തോളൂ, ഇതൊരു പി ഷേപ്ഡ് പ്രൊഫൈലാണ്. ഇന്ന് നിഫ്റ്റിയുടെ എന്നത്തെ പ്രൊഫൈൽ? അതായത് നമ്മുടെ വെനങ്ങാന്ന് വന്ന ഏതാണ് നമ്മളെ ഏത് ദിവസം വന്ന ഈ വെള്ളിയാഴ്ച വന്ന പ്രൊഫൈൽ പി ഷേപ്ഡ് ആണ്. പക്ഷെ അതിൽ നമുക്ക് എയുടെ സിംഗിൾ പ്രിന്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നോക്കാം എവിടെയാണോ പി ഷേപ്ഡ് പ്രൊഫൈൽ വരുന്നത് അല്ലെങ്കിൽ എ ഷേപ്ഡ് പ്രൊഫൈൽ വരുന്നത് നമുക്ക് നോക്കാം. നോക്കിയിട്ട് നമുക്ക് കിടക്കാം. ഇപ്പൊ നിങ്ങൾ ഓർത്തോളുക, നമുക്കത് ഏറ്റവും ഇത് കണ്ട നിങ്ങള് ഇതൊരു ബി ഷേപ്ഡ് പ്രൊഫൈലാണ്. കണ്ട ഇതൊരു ബി ഷേപ്ഡ് പ്രൊഫൈലാണ്. ഇതിൽ എ പീരീഡിന്റെ സിംഗിൾ പ്രിന്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടു ഇതൊരു എന്താണ് ഇതൊരു ബി ഷേപ്ഡ് പ്രൊഫൈലാണ്. എ പീരീഡിന്റെ സിംഗിൾസ് മുകളിലുണ്ട്. സോ ഇതൊരു ഷോർട്ട് ബിൽഡപ്പ് ചെയ്ത പ്രൊഫൈലാണ്. പിറ്റേ ദിവസം കണ്ടോ താഴേക്ക് മാർക്കറ്റ് പോയത്. അതേപോലെ അടുത്ത നമുക്ക് ഒരു പി ഷേപ്ഡ് പ്രൊഫൈൽ നോക്കാം. ഇത് കണ്ട ഇതൊരു പി ഷേപ്ഡ് പ്രൊഫൈലാണ്. കണ്ട ഇതൊരു പി ഷേപ്ഡ് പ്രൊഫൈലാണ്. ഈ പ്രൊഫൈൽ പ്രകാരം പി ലെറ്റർ ഇപ്പോൾ അടുത്ത ദിവസം മാർക്കറ്റ് അതിനെക്കാട്ട് മുകളിലോട്ട് ഹൈ പോയി. ഓർത്തോളുക, പി ഷേപ്ഡ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ പ്രൊഫൈലില് എന്താണ് സംഭവിക്കുന്നത്? പി ഷേപ്ഡ് എ പീരീഡിന്റെ സിംഗിൾസ് താഴെ കാണും, കുറച്ച് ലോങ് സിംഗിൾ ആയിരിക്കും. അതൊരു പിയുടെ ഷേപ്പിലായിരിക്കും, അതായത് നമ്മൾ സ്മോൾ ലെറ്റർ പി ഷേപ്പിലായിരിക്കും. അതിൽ ഓർത്തോളൂ അത് ഷോർട്ട് കവറിംഗ് പ്രൊഫൈലാണ്. ഇനി അടുത്ത ബി ഷേപ്ഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ എ പീരീഡ് സിംഗിളിൽ മുകളിലായിരിക്കും, ബിയുടെ സ്മോൾ ലെറ്റർ ബിയുടെ ഷേപ്പിലായിരിക്കും. അതിൽ എന്താണ് കാണുന്നത്? അതില് ഷോർട്ട് ബിൽഡപ്പ് ആയിരിക്കും. അപ്പൊ ഇതാണ് പ്രൊഫൈൽ. അപ്പൊ ഓർത്തോളൂ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് മൂന്നെണ്ണം പഠിച്ചു. ട്രെൻഡ് ഡേയുടെ പ്രൊഫൈൽ പഠിച്ചു, അതെ പിന്നെ മൾട്ടി ഡിസ്ട്രിബ്യൂഷൻ ഡേ പഠിച്ചു, അത് തന്നെ ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ, സിംഗിൾ ട്രിപ്പിൾ ഡിസ്ട്രിബ്യൂഷൻ ഡേ, അതിന് മുകളിൽ ഡിസ്ട്രിബ്യൂഷൻ ഡേ വരും. പിന്നെ മൂന്നാമത്തെ പഠിച്ചത് പി ഷേപ്ഡ് പ്രൊഫൈൽ ആൻഡ് ബി ഷേപ്ഡ് പ്രൊഫൈൽ. അപ്പൊ ഇതും കൂടെ കഴിഞ്ഞപ്പോൾ നമ്മളെ മാർക്കറ്റ് പ്രൊഫൈലിലെ ബേസിക്സ് ടു അഡ്വാൻസ് വീഡിയോയുടെ അവസാനത്തെ വീഡിയോ ആണ്. നിങ്ങൾ ഈ പോഡ്കാസ്റ്റുകൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് കുറെ ഡൗട്ട് വരും, കുറെ സംശയങ്ങൾ വരും, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വരും. ഈ സംശയങ്ങളും ഡൗട്ടുകളും എല്ലാം നിങ്ങൾ കോർത്ത് നിങ്ങൾ എഴുതി വച്ചിട്ട് ഞങ്ങളെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ഫ്രീ സെഷൻ നമ്മൾ തരുന്നതാണ്. സോ ആ ഫ്രീ സെഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫ്രീ സെഷനിലേക്ക് നിങ്ങൾ കയറുക. നിങ്ങൾ കയറിയതിനു ശേഷം ഡൗട്ട് ചോദിക്കുക, നമുക്ക് ക്ലിയർ ആക്കാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. മാലു മാർക്കറ്റ് പ്രൊഫൈലിന്റെ മാർക്കറ്റ് പ്രൊഫൈൽ സ്ട്രക്ചറിലെ അവസാനത്തെ വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. നമ്മൾ ഇനി വരാൻ പോകുന്നത് ഏത് വീഡിയോയുമായിട്ടാണ്? ഇനി ഓർഡർ ഓഫ് ഫ്ലോയുടെ ബേസിക്സ് ടു അഡ്വാൻസ് എന്ന് പറഞ്ഞ ഓർഡർ ഓഫ് ഫ്ലോയുടെ വീഡിയോയുമായിട്ട് നമ്മൾ നിങ്ങൾക്ക് പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മാർക്കറ്റ് പ്രൊഫൈലിന്റെ വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അടുത്ത സീരീസ് നമ്മൾ ഏതിൽ വരെയാണ്? ഓർഡർ ഓഫ് ഫ്ലോയുടെ സീരീസിലേക്ക് വരികയാണ്. അപ്പൊ എല്ലാവരും ഒരിക്കൽ കൂടി ഈ വീഡിയോ കാണുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനലിൽ ലൈക്കും കമന്റും നൽകി നമുക്ക് ഒരു പെട്രോൾ നൽകി നമ്മൾ മാക്സിമം ഫാസ്റ്റിൽ പോവാൻ റോക്കറ്റിനെ പോലെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ വിട പറയുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ബൈ ആൻഡ് ടേക്ക് കെയർ.